വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ മഹിമാസ് സൈമൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഏത് ഒക്കേഷനിലും നമുക്ക് കഴിക്കാൻ പറ്റിയ കേർഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. കണ്ടു നോക്കാം. കേർഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചരിയാണ് വേണ്ടേ. സാധാരണ പച്ചരി ഇവിടെ ഞാൻ കഴുകി വെള്ളം വാന്ന് വെച്ചേക്കുന്നതാണ്. ഒരു കുക്കറിലേക്ക് റൈസ് ഇടാം. നമ്മളിതിന് ബസ്മതി ഉപയോഗിക്കത്തില്ല, പച്ചരിയ ബെസ്റ്റ്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം. അര കപ്പ് പാല്. ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. 6 വിസിൽ വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ 6 വിസിൽ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് പ്രഷർ മൊത്തം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം തുറക്കാൻ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കേർഡ് റൈസിന് എപ്പോഴും നമുക്ക് നന്നായിട്ട് വെന്ത അരിയാണ് എപ്പോഴും ബെറ്റർ. നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് അലിഞ്ഞു പോകണം വായില്ല. ആ രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇപ്പം നോക്കി കണ്ടാൽ നന്നായിട്ട് വെന്തു. ചെറുതായിട്ട് നുടച്ചു കൊടുക്കാം ലൈറ്റായിട്ട്. ഇതിനകത്തേക്ക് ഇനിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. അപ്പോൾ കേർഡ് റൈസിൻ്റെ എപ്പോഴും നല്ല ഫ്ലേവർ കൊടുക്കുന്ന ജിഞ്ചർ, പ്ലസ് നമുക്ക് ഡൈജഷനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. 1 ടീസ്പൂൺ ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. കൂടാതെ എരിവ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം. ഞാൻ ഒരു വലിയ പച്ചമുളകാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായംപൊടി അതോടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർക്കാം. അപ്പോൾ കേർഡ് റൈസിന് പുളി ഒരുപാട് മുമ്പിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ എപ്പോഴും അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പാല് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പാല് ഇപ്പോൾ കയ്യിൽ 3/4 കപ്പ് എടുത്തു. അത്ര ആവശ്യം വരത്തില്ല. ഗ്രാജുവലി ആഡ് ചെയ്യുക. ഒരു 1/4 കപ്പ് പാല് ചേർത്തു. കേർഡ് നന്നായിട്ട് ചൂട് പോയി, ചെറിയ ചൂടുള്ളപ്പോൾ മാത്രമേ കേർഡ് ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാനുണ്ട്. ഈ കേർഡ് റൈസിന് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഈ കടുക് പൊട്ടിക്കലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ മാറ്റി വെക്കുകയാണ്. നമുക്ക് ഇവിടെ കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാൻ എടുക്കാം. നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഉഴുന്ന് പരിപ്പ് നല്ല ഫ്ലേവർ തരും. നന്നായിട്ട് മൂക്കണം. നല്ല ബ്രൗൺ കളർ ആവണം. കരിഞ്ഞു പോകാനും പാടില്ല. ഓക്കെ, ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഞാൻ കടുക് ഇടുകയാണ്. 1/2 ടീസ്പൂൺ കടുക്. 2-3 വറ്റൽമുളക് കീറിയിടാം. കുറച്ച് കറി ലീവ്സ്. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കായംപൊടി കൂടെ ചേർക്കുക. നമ്മൾ ആദ്യം കുറച്ചിട്ടു. കൂടാതെ നല്ലൊരു നുള്ള് കായംപൊടി കൂടി ഇതിനകത്തേക്ക് ചേർത്തു. നമ്മൾ കടുക് വറുത്തത് ഇതിനകത്തേക്ക് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇടാനുണ്ട്. കേർഡ്. ഞാൻ ഇവിടെ 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, പൊടിക്ക് താഴെ എടുത്തേക്കുന്നത്. കേർഡ് ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു കേർഡ് ചേർക്കുമ്പോൾ ചൂടില്ലാണ്ടാവണം. ആ ഒരു സമയത്തെ ഒഴിക്കാവും. ഇനി നമുക്ക് ആവശ്യത്തിന് നീട്ടണമെങ്കിൽ ചൂടായവ് വേണം. പലർക്കും പല കൺസിസ്റ്റൻസിയിലാണ് കേർഡ് റൈസ് ഇഷ്ടം. നല്ല അയവിൽ കഴിക്കണമെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഇച്ചിരി ഒന്ന് അയണം എൻ്റെ പരുവത്തിന്. അപ്പം ഞാൻ ഇച്ചിരി പാല് ചേർക്കും. നമ്മൾ ഉണ്ടാക്കി ഇമ്മീഡിയറ്റ്ലി കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് തൈര് വെച്ച് തന്നെ
കുറച്ചുകൂടെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് നേരം വെക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും പാലൊഴിക്കുക. നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് പരുവായിക്കോളും. കുറച്ചുകൂടെ പാല് ചേർക്കുന്നത് തിളപ്പിച്ചാർച്ച പാലാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ മൊത്തം ഒരു 3/4 കപ്പ് പാല് ചേർത്തു. ഓക്കെ, ഇപ്പം എനിക്ക് ആവശ്യത്തിനുള്ള ഒരു അയവാണ് ഈ ഒരു പരുവം. ഓക്കെ, ഇനി ഇതിലേക്ക് ഉപ്പ്, കടുക് പൊട്ടിച്ച മിക്സ്ചർ, മല്ലിയില അതൊക്കെ ചേർക്കാം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ഇടുക. അപ്പം മൊത്തം 3/4 ടീസ്പൂൺ സോൾട്ട് ചേർത്തു. കടുക് പൊട്ടിച്ച മിക്സ്ചർ കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. അടുത്തായിട്ട് നമ്മുടെ ഫ്ലേവർ ബോംബ് മല്ലിയിലയും കൂടെ ചേർക്കാം. ഫൈൻ ചോപ്പ് ചെയ്ത് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊമഗ്രാനൈറ്റ് സീഡ്സ് ഇടാം. ഇടയ്ക്കൊരു ബൈറ്റ് മധുരം ഇഷ്ടമാണെങ്കിൽ പൊമഗ്രാനൈറ്റ് ഇടാം. സീഡ്ലെസ് ഗ്രേപ്സ് വേണമെങ്കിൽ ഇടാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അത് അവർ ട്രഡീഷണലി ഇതൊന്നും ഇല്ല, ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി എപ്പോഴും ഓർക്കുക, ഒത്തിരി തിക്കാണെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്തത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇരിക്കും തോറും തിക്കായിക്കൊണ്ടിരിക്കും. ബിക്കോസ് കേർഡ് സെറ്റ് ആവുമല്ലോ, അതുകൊണ്ട് തിക്കാവും. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ പൊമഗ്രാനൈറ്റ് സീഡ്സോ അല്ലെങ്കിൽ ഗ്രേപ്സ്, സീഡ്ലെസ് ഗ്രേപ്സോ ഒക്കെ ചേർക്കാം. നമ്മുടെ ഈ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള ഈ കേർഡ് റൈസ് റെഡിയാണ്. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ഒന്ന് ചില്ലി ചെയ്തിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ മോർ ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ചില്ലി ചെയ്തിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ ഒന്ന് പിക്കിളും ഒരു പപ്പടവും മാത്രം മതി ഇത് ആക്ച്വലി കഴിക്കാനായിട്ട്. ഇച്ചിരി നന്നായിട്ട് സെർവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ ഫ്രൈ അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഫ്രൈ അതിൻ്റെ വെജിറ്റേറിയൻസിന് സെർവ് ചെയ്യാവുന്നതാണ്. നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തു, മട്ടൺ സുക്ക ചെയ്തു. ആ മട്ടൺ സുക്ക ഇതിനോട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ ചിക്കൻ അലർത്തോ ഒക്കെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.